ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിയലൈസ് വ്യൂ. ദിസ് ഈസ് മീ അലക്സ് മാനുവൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് കാലമായിട്ട് നമ്മളൊരു വലിയൊരു ഗ്യാപ്പിലാണ്. ഇപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള കാരണം അത് കുറച്ച് കാര്യങ്ങളുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇന്നലെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ എൻ്റെ ഒരു പഴയൊരു സുഹൃത്തിനെ കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ എപ്പോഴും ഈ വക മറ്റേ ക്യാമറയെക്കുറിച്ചും അങ്ങനെ അതും ഇതും ഒക്കെ സംസാരിക്കുന്ന വ്യക്തികളായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരുമിച്ചൊരു സമയത്താണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു, ഞാനും എൻ്റെ ചാനലിൽ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ആ കമ്പനിയിൽ നിന്ന് പോന്നു. പിന്നെ അങ്ങനെ വലിയ കണക്ഷൻസ് ഒന്നുമില്ല. ഇന്നലെ വളരെ റാൻഡായിട്ടാണ് ഞാൻ പുള്ളിയെ മീറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരമൊക്കെ ഇങ്ങനെ ഓരോ പഴയ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഇപ്പം എങ്ങനെയാണ് യൂട്യൂബിലൊക്കെ ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടോ, എങ്ങനെയാണ് പരിപാടികൾ ഇങ്ങനെ ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഇല്ലടോ, അത് ഞാനിപ്പോൾ അങ്ങനെ യൂട്യൂബ് ചാനലിൽ വലിയ ഒന്നുമില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്ത് പറ്റി, നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നല്ലോ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇയാൾ ചെയ്യാറുണ്ടോ, ഇയാളിപ്പോൾ വീഡിയോസ്? ഞാൻ പറഞ്ഞു, ഇല്ല, ഇതൊക്കെ തന്നെയാണ് അവസ്ഥ, ഞാനും ഈ പറഞ്ഞ പോലെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് അത് കൊടുമുടിയിലെത്തി കാര്യങ്ങൾ. അപ്പോൾ പുള്ളി ഇത്രയും കൂടി വൈഡായിട്ട് അതിനെ കുറച്ച് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് സ്പാർക്ക് ചെയ്തു. കാരണം ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ് എനിക്കും സംഭവിച്ചത് എന്ന് എനിക്ക് അങ്ങനത്തെ ഒരു തോന്നൽ വന്നു. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. കാരണം ചിലപ്പോൾ ഇതേ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റി ഇതിലേക്ക് റീ എൻട്രി എടുക്കാനുള്ള അങ്ങനെ ഒരു കാര്യമാണ് പ്ലാൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടാം. പറഞ്ഞു വന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാം. പുള്ളി എന്നോട് ആദ്യം പറഞ്ഞ കാര്യം, ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ കൂടെ നിന്നിരുന്ന ആളുകളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം വീഡിയോസൊക്കെ ഇട്ടിരുന്നു, എനിക്ക് അത്യാവശ്യം ആളുകളൊക്കെ കാണാൻ തുടങ്ങി. ഇങ്ങനെ എല്ലാം ആളുകളൊക്കെ നമ്മൾ ആദ്യം ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും, സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. അപ്പോൾ ആയി തുടങ്ങി. അപ്പോൾ ഈ കൂട്ടുകാരുടെ ഇടയിൽ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് അവർ ആരായി വരണേ, യൂട്യൂബറോ, ഇനിയിപ്പോൾ നമ്മളൊന്നും കണ്ടാൽ മൈൻഡ് ആവില്ലല്ലോ, ലക്ഷങ്ങളായിരിക്കുമല്ലോ ഇനിയിപ്പോൾ വരുമാനം, ഇപ്പോൾ പിടിച്ചാൽ കിട്ടില്ലല്ലോ, പിന്നാക്കം നോക്കണ്ട, അങ്ങനെ ഇങ്ങനെയെന്നുള്ള രീതിയിൽ അവരിങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പുള്ളി പറഞ്ഞത് എനിക്കത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലല്ല വന്നിരുന്നത്. എന്നെ എന്തോ ആൾക്കാരെ മുന്നിലിട്ട് ഞാനെന്തോ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലൊക്കെ വന്നിരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും, എന്താ പറയുക, ഷൂട്ട് ചെയ്യും, കണ്ടൻറ്റ് ഷൂട്ട് ചെയ്യും, എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ ഫൈനലായിട്ട് ഇതിനൊന്ന് നോക്കും. അപ്പോൾ എനിക്കതിലെന്തോ ഒരു മിസ്സിങ് ഉള്ളതുപോലെ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയല്ലാന്നോ എന്തോ എനിക്കൊരു തോന്നൽ വരും. എൻ്റെ ആ ഒരു കോൺഫിഡൻസ് അവിടെ നഷ്ടപ്പെട്ടു, ആദ്യമായിട്ടുള്ള കാര്യം. പിന്നെ എൻ്റെ കൂട്ടുകാരിലൊരാൾ എന്നോട് പറഞ്ഞത് എനിക്കത് ഭയങ്കര വിഷമമുണ്ടാക്കി. പക്ഷേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കേട്ടപ്പോഴും ഭയങ്കരമായിട്ട് സ്പാർക്ക് ചെയ്തു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു സുഹൃത്ത് വെറുതെ തമാശയ്ക്ക് പറയുന്നതാണ്, ഇതിപ്പോൾ നാളെ മുതൽ യൂട്യൂബ് തുറന്നു കഴിയുമ്പോൾ നിൻ്റെ ഈ ഓന്ത് പോലത്തെ മുഖം കൂടി കാണണ്ടല്ലോ, എന്ത് കഷ്ടമാണ്, ഇനിയിപ്പോൾ ആ യൂട്യൂബും തുറക്കണ്ടല്ലോ എന്ന് പറഞ്ഞു അത്ര പുള്ളിയോട്. അപ്പോൾ അത് പുള്ളിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അത് മാനസികമായിട്ട് പുള്ളിയെ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്നും വിലക്കി, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് എന്താ പറയുക, ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നൊന്നും ഈ പറഞ്ഞ പോലെ നമുക്കൊരു എന്താ പറയുക അത്രയും അപ്ഗ്രേഡ് ആയിട്ടുള്ളൊരു ഫോണോ അല്ലെങ്കിൽ നമുക്ക് അത്രയും ലാപ്ടോപ്പ് അതൊന്നും വാങ്ങിക്കാനുള്ളൊരു സാഹചര്യം അന്നില്ലായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയോ മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ കുറവായി തോന്നിയുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ വക പ്രശ്നങ്ങളും കൂടി വന്നപ്പോൾ പുള്ളിക്ക് തോന്നി അത് എന്തോ അങ്ങനെ അത് ഒരു കാരണം. പിന്നെ മൂന്നാമത്തെ കാരണം പുള്ളി പറഞ്ഞത് നല്ല രസകരമായിട്ടുള്ള കാരണമാണ്, അതായത് മടി, ഗംഭീരമായിട്ടുള്ള മടി. ഇതിനൊക്കെ ഓവർകം ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാലും ഭീകരമായിട്ടുള്ള മടി. കാരണം നമുക്ക് ഒരു കാര്യം 2 ദിവസം 3 ദിവസം ചെയ്യും, പിന്നെ അതിൽ നിന്ന് പല കാരണങ്ങളും കൊണ്ട് നമുക്കിങ്ങനെ
ഒരു ഡൈവേർഷൻ എടുത്ത് പോവാന്ന് പറയില്ലേ, അങ്ങനെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്കും ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ എനിക്കിത് നിങ്ങളോട് പറയാൻ, ഞാനിപ്പോൾ അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ ഭയങ്കര മൈൻഡ് ഔട്ടായി പോയിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ കോൺഫിഡൻ്റ് ആണ്. ആരെന്ത് പറഞ്ഞാലും എനിക്കെന്താ, ഞാൻ ചെയ്യുന്ന കാര്യം വ്യക്തമായിട്ട്, നമ്മൾ ആരെയും കക്കാനും മോഷ്ടിക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു തൊഴിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ചേർന്നിട്ടുള്ളൊരു തൊഴിൽ നമ്മൾ ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എൻ്റെ മൈൻഡ് സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു റീ എൻട്രി എടുക്കണം എന്നുള്ള ഒരു താല്പര്യം എൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കും ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ. അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് അറിയാലോ ഇതെന്താണ്, ഈ ഒരു വീഡിയോ ചെയ്തതിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഞാൻ എൻ്റെ ലൈഫിൽ നിന്നും പഠിച്ച കുറച്ച് പാഠങ്ങൾ, അല്ലെങ്കിൽ ഞാൻ റിയലൈസ് ചെയ്തെടുത്ത കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ പ്രശ്നം പറയാം, കൂടെ നിന്നവരാണ് ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്ക് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് 2 കൂട്ടുകാരുണ്ടായിരുന്നു എന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്ന് ഞാൻ പറയാം. എനിക്ക് 2 കൂട്ടുകാരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തു, അവനും കണ്ടിരിക്കണു, ഇവനും കണ്ടിരിക്കണു. ഒരുത്തൻ എന്നോട് പിറ്റേ ദിവസം പറയണം, എൻ്റെ പൊന്നോ യൂട്യൂബറല്ലേ വരണേ, ആദ്യം കേട്ടാ പൊളി, അടിപൊളി. ഞങ്ങളുടെ തൃശ്ശൂരാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ്, ഇനിയിപ്പോൾ പിടിച്ചാൽ കിട്ടില്ല, എന്തൊക്കെ കാണണം എൻ്റെ പൊന്നോ, എന്തൊക്കെ ജാട കാണണം, എന്തൊക്കെ കാട്ടിക്കൂട്ടില്ല അതെന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. അപ്പം അതേസമയം മറ്റൊരു സുഹൃത്തിനോട് പറയാണ്, യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയല്ലേ, ഞാൻ വീഡിയോസ് കണ്ടിരുന്നു കേട്ടോ, അതിൽ കൊള്ളാം, പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇന്ന ഒരു പോർഷൻ അല്ലെങ്കിൽ ഇന്ന ഒരു സംഭവം എനിക്കെന്തോ ഒരു ചെറിയൊരു കുറവ് പോലെ തോന്നി. അതൊന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കുകയാണെങ്കിൽ ഇത്രയും കൂടി നന്നാവും, കണ്ടിരിക്കുന്നവർക്ക് ഒരു രസം ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും അവിടെ റിലീസ് ചെയ്യേണ്ടതെന്ന് പറയും, എനിക്ക് മറ്റേ സുഹൃത്തിനെ മാറ്റി നിർത്താൻ എൻ്റെ ജീവിതത്തിൽ നിന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സുഹൃത്ത് നാളെ ഞാനൊരു സൈക്കിൾ വാങ്ങിച്ചാലും ഇതേ കാര്യം തന്നെ പറയും, നാളെ ഒരു ബൈക്ക് മേടിച്ചാലും ഇതേ കാര്യം തന്നെ പറയും, നാളെ ഞാനൊരു കാറ് മേടിച്ചാലും ഇതേ കാര്യം തന്നെ പറയും, നാളെ ഞാൻ എന്ത് ചെയ്താലും അവൻ ഇത് തന്നെ പറയും. കാരണം എന്ന് വെച്ചാൽ അവൻ്റെ പ്രശ്നം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതോ അല്ലെങ്കിൽ ഒരു കാറ് മേടിക്കുന്നതോ ഒന്നും അല്ല. അപ്പോൾ അവൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അവന് ചെയ്യാൻ പറ്റാത്ത കാര്യം വേറൊരാൾ ചെയ്യുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു ചെറിയൊരു നെഞ്ചുവേദന, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയം നമ്മൾ അവരെ, അങ്ങനെയുള്ള ആളുകളെ തന്നെ ലൈഫിൽ നിന്ന് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. പിന്നെ ഇതുപോലെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നല്ലതെന്നും അതിലത്തെ കുറവെന്നും പറയുന്ന ആളുകൾ കൂടെ നിർത്തുക. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജി വരും. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഇഷ്യൂസ്. അതായത് നമ്മുടെ പരിമിതികൾ, നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് മറ്റേ റെഡ് ക്യാമറ ഒന്നും കൊണ്ടുവന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്, ഒരു ഫോണാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൻ്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ അതുപോലെ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസൊക്കെ വെച്ച് നമ്മൾ ചെറിയ വീഡിയോസ് ഉണ്ടാക്കിയിട്ട് നമ്മളിടുക. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന കാര്യം, നമ്മളിടുന്ന എന്തൊരു കണ്ടൻറ്റും കാണാൻ ആളുണ്ട്. പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? നമ്മളത് നല്ല പറ്റുന്ന രീതിയിൽ വൃത്തിയായിട്ട് അവതരിപ്പിച്ചാൽ അത് കാണാൻ ആളുണ്ട്. അതിലും പിന്നെയും കുറേ ഈ പറഞ്ഞ പോലുള്ള ആളുകൾ താഴ്ത്ത് വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യും കേട്ടോ. അത് പറഞ്ഞതാണ്, ഇഗ്നോർ ചെയ്യാൻ ആദ്യം പഠിക്കണം. അപ്പോൾ അതാണ് ഈ ടെക്നിക്കൽ കാര്യത്തിൽ പറയാനുള്ളത്. നമുക്ക് കുറേശ്ശെ അപ്ഗ്രേഡ് ആവാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് എല്ലാ എക്വിപ്മെൻറ്റ്സും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടേ നമ്മൾ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പോലില്ല. കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് ഒരു നല്ലൊരു മൊബൈൽ ഫോൺ വേണം. അപ്പോൾ ഞാൻ ഒരു ഐഫോൺ എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ ഇത് വരയ്ക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്കൊരു ഗിംബിൾ വേണം. അപ്പോൾ ഞാൻ സ്മൂത്ത് ഫോറിൻ്റെ ഒരു ഗിംബിൾ എടുത്തു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി കുറച്ച് പ്രശ്നം ഉണ്ടാവും. അപ്പം ഞാനൊരു മൈക്ക് എടുത്തു. എല്ലാം എടുത്തിട്ടും ഈ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. സാധനങ്ങൾ ഇപ്പോൾ പുതിയത് വരുന്നത് വാങ്ങിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് എല്ലാ ക്വാളിറ്റിയും ഒരുമിച്ച് വന്നിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് കാത്തിരുന്നൊരു മനുഷ്യനാണ്. അങ്ങനെ ഒരു കാലത്ത് നടക്കില്ല. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ചെയ്യുക, അത് വെച്ച് തുടങ്ങുക. അപ്പോൾ അതിൽ നിന്നുള്ള മാറ്റങ്ങൾ വരും, നമുക്കത് അപ്ഗ്രേഡ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത സാധനം, മടി. അതിന് നമ്മൾ സ്വയമായിട്ട് തന്നെ തുനിഞ്ഞിറങ്ങണം. ഇപ്പം ഞാനൊക്കെ ഒരു 2-3 വീഡിയോസൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യും.
പിന്നെ എന്നിട്ട് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ വ്യൂവേഴ്സൊക്കെ കയറുന്നതും ഒക്കെ ഇങ്ങനെ മറ്റേ എന്താ പറയുക എല്ലാ ഗ്രാഫും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഹായ് അടിപൊളി. ഒരു 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് തിരിഞ്ഞിട്ട് അത് പിന്നെ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാത്ത കോലത്തിലേക്കും. അപ്പോൾ അതിന് പറയുന്ന ഒരു കാര്യമാണ് മടി. അതിന് ആർക്കും ഒരു ഹെൽപ്പും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്വയമായിട്ട് തന്നെ നമ്മളതിലേക്ക് എന്താ പറയുക, ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ചെയ്ത് തീർക്കാൻ സമയമെടുക്കും. ഒറ്റ ദിവസം കൊണ്ട് ആരും ഇവിടെ എന്താ പറയുക റിച്ച് ആയിട്ടില്ല. എന്തെങ്കിലും ഒരു ജോലി ഇതുപോലുള്ളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിലുള്ള എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗ്രോത്ത് പ്രതീക്ഷിക്കാവൂ. അപ്പോൾ നമ്മളതിലേക്ക് ഇറങ്ങിച്ചെല്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കാര്യമായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങളും അതുപോലെ തന്നെ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ, ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വക പ്രശ്നങ്ങളാണെങ്കിൽ സ്വയം ഇരുന്ന് മനസ്സിലാക്കുക. നമുക്ക് ആരും ഒരു തരത്തിലുള്ള കാര്യങ്ങളും പ്രത്യേകിച്ച് കൊണ്ടു ചെയ്ത് തരാൻ പോകുന്നില്ല. ഈ പറയുന്നവർ അവിടെ ഇരുന്ന് പറയും, അത് കഴിഞ്ഞാൽ അവരെഴുന്നേറ്റ് പോയി അവരുടെ കാര്യം നോക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ഈ ലൈഫിൽ ചെയ്ത് അത് കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അല്ലാതെ കുറേ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതല്ല. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം നമ്മുടെ ലൈഫിൽ ചെയ്ത് കാണിച്ച് കൊടുക്കാൻ പറ്റും, നമ്മൾ അതിൽ ഹാപ്പി ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ് ലൈഫിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ